ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് വ്ലോഗുമായിട്ടാണ്. അപ്പോൾ എൻ്റെ പണ്ട് കുഞ്ഞിലേ തൊട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഇങ്ങനെ എല്ലാവരും ഈസ്റ്ററൊക്കെ ആഘോഷിക്കുമ്പോൾ എനിക്കും അതുപോലെ രാവിലെ പാലപ്പവും സ്റ്റൂ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈസ്റ്റർ ആഘോഷിക്കണമെന്ന്. പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ ആരും ഈസ്റ്റർ ആഘോഷിക്കാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നാണ് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ നടത്താൻ പോകുന്നത്. ഇന്ന് ഈസ്റ്റർ ആണല്ലോ. അപ്പോൾ ഞാൻ പച്ചക്കറികളൊക്കെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടത് അതായത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതായത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പം അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യും. അതായത് 5 ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ കറുവാപ്പട്ട, പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ആഡ് ചെയ്തിട്ട് ഒന്ന് സോർട്ട് ചെയ്തെടുക്കും. പിന്നെ അതിലേക്ക് ഈ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക, പിന്നെ പച്ചമുളക് ആഡ് ചെയ്യുക, അതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിലേക്ക് ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വഴച്ചെടുത്താൽ മതി. നല്ല രീതിയിലൊന്നും വഴച്ചെടുക്കണം, ചെറുതായിട്ട് വഴറ്റാൽ മതി. പിന്നെ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴച്ചെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് ഒരു കുഞ്ഞു തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. 2 കാറ്റഗറി ഓഫ് തേങ്ങാപ്പാലാണ് എടുക്കുന്നത്, 1-ാം പാലും 2-ാം പാലും. ഇതിപ്പോൾ ചിക്കൻ വേവിക്കാനായിട്ട് ഞാൻ 2-ാം പാലാണ് എടുക്കുന്നത്. അതായത് വെള്ളം കുറച്ച് കൂടുതലുള്ള പാൽ, അതാണ് 2-ാം പാൽ. പിന്നെ ഞാൻ കുക്കർ ആസ് യൂഷ്വൽ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ കുക്കറിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കുക്കറിൽ ഒരു 2 വിസിലടിക്കുന്നിടം വരെ വേവിക്കുക. അതിനുശേഷം അതൊരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് ചെറുതായിട്ടൊന്നുകൂടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെ ഞാൻ വേറൊരു പാനിൽ കൊച്ചുള്ളിയും കാഷ്യൂനട്ടും കൂടെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതായത് ഞാൻ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട് സ്റ്റൂ റെഡിയായി കഴിയുമ്പോൾ ഇങ്ങനെ കാഷ്യൂനട്ടും കൊച്ചുള്ളിയൊക്കെ താളിച്ചൊഴിക്കുന്നത്. പിന്നെ ഈ ചിക്കൻ്റെ സ്റ്റൂ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് 1-ാം പാൽ, അതായത് കട്ടിയുള്ള തേങ്ങാപ്പാലോട് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, തിളപ്പിക്കരുതേ. പിന്നെ അതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കാഷ്യൂനട്ടൂടെ ഇട്ടാൽ നമ്മുടെ സ്റ്റൂ റെഡി. പിന്നെ ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കല്ല കേട്ടോ. പിന്നെ ഞാൻ പാലപ്പം ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി ചെയ്യുകയാണ്. പാലപ്പത്തിൻ്റെ മാവൊക്കെ നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാലപ്പം ഉണ്ടാക്കി, സ്റ്റൂ ഉണ്ടാക്കി, എൻ്റെ ഒരു ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുകയാണ്. ഞാൻ കഴിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു വ്ലോഗുമായിട്ട് കാണുന്നിടം വരെ സീ യു.